പ്രിയമുള്ളവരെ, നമ്മുടെ കാത്തിരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പിന്നെ പലരും പല വാദമുഖങ്ങൾ പറയുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന, വലുതായിട്ടെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരു എളിയ ഒരു സാധാരണ ഒരു പത്രപാരായണക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ചില നിഗമനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചാനലിലെ എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ, പാറശാല വിജയൻ സ്പീക്കിംഗ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്, വിവിധ തരത്തിലുള്ള ചിന്തകരുണ്ട്, ഒക്കെയുണ്ട്, എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നാൽ പോലും നിങ്ങളുമായി ഞാൻ എൻ്റെ ഈ തിരഞ്ഞെടുപ്പ് ഇതിനെപ്പറ്റിയുള്ള റിസൾട്ടിനെ പറ്റിയുള്ള ചെറിയ ഒരു വിവരം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് 2-ാം തീയതിയിലന്ന് നമുക്ക് ഇന്ത്യ വ്യാപകമായി കാതോർത്തിരിക്കുന്ന, വളരെ വഴിക്കണ്ടുമായി വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. ഭാരതത്തിൻ്റെ അടുത്ത 5 വർഷക്കാലം ആര് ഭരിക്കണം എന്നതിനെപ്പറ്റി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നേട്ടമായാലും കോട്ടമായാലും, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന മികവായാലും അവരുടെ പ്രവർത്തന ഇതായാലും ന്യൂനതകളായാലും ഇതെല്ലാം പരാമർശിച്ച് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വിധിയെഴുത്താണ്, അതിൻ്റെ ഫലപ്രസിദ്ധീകരണമാണ് നമുക്ക് 2-ാം തീയതി നമ്മൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന ഘടകകക്ഷിയായ NCP എന്ന് പറയപ്പെടുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, ശരത് പവാർ നേതൃത്വം നൽകുന്ന, കേരളത്തിൽ PC ചാക്കോ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി ആയി പ്രവർത്തിച്ചതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ഞാൻ കണ്ട ചില വസ്തുതകൾ എൻ്റെ രാഷ്ട്രീയമില്ലാത്ത, രാഷ്ട്രീയമുള്ള, വെറും കലാഹൃദയരായിട്ടുള്ള എല്ലാ ആളുകളുമായി ഒന്ന് പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അഭിപ്രായത്തിൽ 285-നും 300-നും ഇടയ്ക്കുള്ള സീറ്റിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് ഞാൻ വീണ്ടും സമർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, കോൺഗ്രസ് ഇപ്രാവശ്യം മത്സരിക്കുന്നത് ഒറ്റയ്ക്കല്ല. 541 സീറ്റുകളിൽ, 540-നോട് അടുത്ത സീറ്റുകളിൽ വരെ മത്സരിച്ചിരുന്ന ഒരു പാർട്ടിയാണ്, ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ ഒരുപാട് സീറ്റുകൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി 324 സീറ്റിലേക്ക് മത്സരം ഒതുക്കി. മറ്റ് സീറ്റുകളൊക്കെയും 200-ഓളം സീറ്റുകൾ, 200-ലധികം വരുന്ന സീറ്റുകൾ കൂടെ സഹകരിക്കുന്ന ഘടകകക്ഷികൾക്ക് നൽകിക്കൊണ്ട് ഈ മോദി ഭരണത്തെ പിടിച്ചു കെട്ടാനുള്ള ബുദ്ധിപരമായ ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമുക്ക് കാണുവാനിടയായിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മുടെ കർണാടകത്തിൽ ഒരു വലിയൊരു തിരിച്ചുവരവാണ്. BJPയുടെ യെദ്യൂരപ്പയും അതുപോലെ തന്നെ ആളുകളുമൊക്കെ നിരന്തരം ഭരണം കൈയാണ്ടിരുന്ന ആ കർണാടകത്തിൽ DK ശിവകുമാർ എന്ന് പറയപ്പെടുന്ന ഉഗ്രപ്രതാപിയായ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സിദ്ധരാമയ്യയുടെ സഹായത്തോടെ ഒക്കെയും കോൺഗ്രസ് അവിടെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആ വലിയ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരം. അവിടെ നിന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ചിറക് മുളയ്ക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കർണാടകത്തിൽ DK ശിവകുമാറും യെദ്യൂരപ്പയും കോൺഗ്രസിൻ്റെ ആളുകളായി തന്നെ നിൽക്കുന്നു. അവിടെ ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് അവിടെ അവരോടൊപ്പം കൂട്ടുനിൽക്കുന്നവരാരുമില്ല, കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെയാണ് എന്നാണ്. പിന്നെ ഇടതു പാർട്ടികളുമായിട്ടൊക്കെയുള്ള സഹകരണങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഓരോ സംസ്ഥാനങ്ങളെടുത്ത് നോക്കിയാൽ, നമ്മളിപ്പോൾ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ, അഖിലേഷ് യാദവ് മധ്യപ്രദേശിൽ, നമ്മുടെ പയ്യൻ അയാൾ, അതുപോലെ തന്നെ കൽക്കട്ടയിൽ, പശ്ചിമ ബംഗാളിൽ നമ്മുടെ മമതാ ബാനർജി,
പിന്നെ മഹാരാഷ്ട്രയിൽ ശരത് പവാറും ഉദ്ധവ് താക്കറെയും എന്ന് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ, ഡൽഹിയിൽ, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ നമ്മുടെ പിന്നെ കെജ്രിവാൾ, പിന്നെ അങ്ങനെ തമിഴ്നാട്ടിൽ നമ്മുടെ പിന്നെ എം കെ സ്റ്റാലിൻ. അപ്പോൾ എം കെ സ്റ്റാലിൻ, പിന്നെ മമതാ ബാനർജി, പിന്നെ കെജ്രിവാൾ, ശരത് പവാർ, ഉദ്ധവ് താക്കറെ എന്ന് തുടങ്ങി ഒരുപാട് കരുത്തന്മാരായ പ്രതിപക്ഷ നേതാക്കളുടെ ഒരു നേതൃനിര ഇവിടെ ഈ നമ്മുടെ ഇതിനകത്തുണ്ട്. നമ്മുടെ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ. അതല്ലേ ഉത്തരേന്ത്യ എന്ന് പറയപ്പെടുന്നത് ബി ജെ പിയുടെ ഹിന്ദി ഹൃദയ ഭൂമിയാണ്. അവിടെയെല്ലാം കൊയ്തുവാരി എടുത്തിട്ടുണ്ട്, ഇനിയും അങ്ങനെ നടക്കും എന്ന് പറഞ്ഞിരുന്നാൽ ആ വാദമുഖങ്ങളെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് അഖിലേഷ് യാദവുമായി ഐക്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ രണ്ട് പ്രബല ശക്തികളാണ് ഇപ്പോൾ ഒന്നായി നിന്നുകൊണ്ട് ബി ജെ പിക്കെതിരെ പോരാടുന്നത്. അപ്പോൾ അഖിലേഷ് യാദവും തേജസ്വി യാദവും എം കെ സ്റ്റാലിനും പിന്നെ ശരത് പവാറും ഉദ്ധവ് താക്കറെയും മമതാ ബാനർജിയും പിന്നെ എന്ന് തുടങ്ങി ഒരു വൻപിച്ച പ്രതിപക്ഷ നേതൃനിര ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിൽക്കുന്നു. അവരുടെ കരുത്ത് തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിന് പാതയൊരുക്കുന്നത് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. കാരണം ഒരു 140-നും 50-നും ഇടയ്ക്കുള്ള സീറ്റുകൾ ഈ ഘടകകക്ഷികൾ തീർച്ചയായും കൊണ്ടുവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിലെ പിന്നെ 39 സീറ്റുകളിൽ ഒരു 2 സീറ്റ് പോയാലും ഒരു 37ഓളം സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. 35ഓളം സീറ്റുകൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ ഏകദേശം 75 സീറ്റുകൾ അതായി. അല്ലാതെ ശരത് പവാർ NCP മത്സരിക്കുന്ന 11ഓളം സീറ്റുകളുണ്ട്. ആ 11ഓളം സീറ്റുകളിലും നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ പിന്നെ കോൺഗ്രസ് സഖ്യം ഈ ഉദ്ധവ് താക്കറെയുമായിട്ട് ഈ ശിവസേനയുമായിട്ടല്ലായിരുന്നു സഖ്യം. അപ്പോൾ ആ സഖ്യം മഹാരാഷ്ട്രയിൽ വളരെ ഗുണം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഉദ്ധവ് താക്കറെയുമായിട്ടുള്ള ആ സഖ്യം. അങ്ങനെ ഒരുപാട് കേന്ദ്രങ്ങളിൽ ഇടിച്ചു കയറി പ്രതിപക്ഷത്ത് നിൽക്കുന്നവരുടെ ഒരു ഏകീകരണം നടത്തി ഈ പിന്നെ മോദി ഗവൺമെൻറ്റിനെ BJPയെ നേരിടുവാനുള്ള ശക്തമായ ഒരു കരുത്ത് ഇന്ത്യ മുന്നണി കൈവരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ വഴിയൊരുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 150ഓളം സീറ്റുകൾ പിന്നെ പശ്ചിമ ബംഗാളിൽ നിന്ന് 35, ഇവിടെ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് 35 ആകുമ്പോൾ തന്നെ 70ഓളം സീറ്റുകളായി. പിന്നെ BJPക്ക് ഒട്ടും കിട്ടാതിരുന്ന ഒരുപാട് പിന്നെ ഈ പിന്നെ കോൺഗ്രസ്സിന് ഒട്ടും കിട്ടാതിരുന്ന UP, മധ്യപ്രദേശിലേക്ക് ഒരു 10-20 സീറ്റ് ഈ തേജസ്വി യാദവിൻ്റെ സഖ്യത്തിൽ നേടും എന്നാണ് അവകാശപ്പെടുന്നത്. 35ഓളം സീറ്റുകൾ ഉത്തർപ്രദേശിൽ നിന്ന് അഖിലേഷ് യാദവും കോൺഗ്രസും കൂടെ കൊയ്തുവാരി കൂട്ടുമെന്നാണ് പറയുന്നത്. അവിടെ തന്നെ ഉത്തർപ്രദേശും പിന്നെ അഖിലേഷ് യാദവും ഈ തേജസ്വി യാദവും കൂടെ ആകുമ്പോൾ തന്നെ ഒരു 10-50ഓളം സീറ്റുകൾ അവർ കൊണ്ടുവരും. 10-40ഓളം സീറ്റുകൾ തമിഴ്നാട്ടിൽ കിട്ടും. അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ 10-35ഓളം സീറ്റുകൾ. അങ്ങനെ മൊത്തത്തിൽ പിന്നെ ശരത് പവാർജിയുടെ നേതൃത്വത്തിലും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുമുള്ള മുന്നണി, അങ്ങനെ മറ്റ് ചെറിയ ഘടകകക്ഷികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തന്നെ 10ഓളം സീറ്റ് സാധ്യതയാണ് ഇപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ കാണുന്നത്. കേരളത്തിൽ തന്നെ ഒരു 3-4 സീറ്റെങ്കിലും പിന്നെ ഇടത് കക്ഷികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ തമിഴ്നാട്ടിൽ CPMന് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. രാജസ്ഥാനിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാം കൂടെ ഒരു 10-15 സീറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഇപ്രാവശ്യം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണിക്ക്. 27ഓളം ഘടകകക്ഷികളാണ് ഈ ഇന്ത്യ മുന്നണിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈ 27ഓളം ഘടകകക്ഷികൾ, ഒരു സീറ്റുള്ള നമ്മുടെ പിന്നെ RSP മുതൽ അങ്ങനെ ഒരുപാട് സീറ്റുകൾ ഉള്ള ആളുകൾ വരെ ഇതിനകത്ത് ഇപ്പോൾ
പിന്നെ ഇതായിട്ടുണ്ട്, ഇന്ത്യ മുന്നണിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ 180 സീറ്റ് ഉറപ്പായിട്ട് ഘടകകക്ഷികൾ കൊണ്ടുവരും. അത്രക്കുള്ള കരുത്തന്മാരും പ്രബലന്മാരും ശക്തന്മാരുമായ എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻസ്മാരാണ് ഇന്ന് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ കരുത്തും കൂടെ ആകുമ്പോൾ ഇതൊരു വലിയ ഒരു 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 വലിയ ഒരു മഹാബലത്തിലേക്ക് ഈ പിന്നെ ഇന്ത്യ മുന്നണി കടന്ന് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇടതായാലും യു ഡി എഫ് ആയാലും 20 സീറ്റ് ഇവിടെ ആയില്ലേ. 35 പിന്നെ 20 കൂടുതൽ സീറ്റുകൾ കർണാടകത്തിൽ നിന്നായി. അപ്പോൾ തന്നെ 20 40ആയി. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് 39 സീറ്റായി. അപ്പോൾ 40 39 79ആയി. ഇങ്ങനെ പിന്നെ ഇങ്ങനെ തൊട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും വിലയിരുത്തുമ്പോൾ ദക്ഷിണേന്ത്യ ഒന്നടങ്കം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കൊപ്പവും കൂറ് പ്രഖ്യാപിച്ച് നിൽക്കുന്നതോടൊപ്പം തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നുള്ള BJPയിൽ നിന്നുള്ള തൊഴിഞ്ഞുപോക്കുകൾ, BJPയുടെ നിലവിലുള്ള 303 സീറ്റുകളിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 100 സീറ്റ് അടിച്ചിടും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതുപോലെ തന്നെ BJPക്ക് മുന്നണി ഘടകകക്ഷികളെ, അവർക്ക് മുന്നണി സംവിധാനത്തിൽ പ്രബലരായ ഘടകകക്ഷികളെ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു ഒഴിച്ചാൽ മറ്റാരെയും അവർക്ക് ബലമുള്ള ആളുകളെ അവർക്ക് കൂടെ നിർത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് BJP മുന്നണിക്കും ബലമില്ല, BJPയും ദുർബലമാണ്. ഇവിടെയാണ് ദക്ഷിണേന്ത്യയിലൂടെ വിജയകാഹളം മുഴക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണി വടക്കേ ഇന്ത്യയിലാകമാനം ആഞ്ഞടിച്ചുകൊണ്ട് ഇവരുടെ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ ഈ പ്രതിപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളിലെ കരുത്തന്മാർ തന്നെ ഒരു 150ഓളം സീറ്റുകൾ കൊണ്ടുവരികയും 324 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെ പോയാലും കണ്ണുമടച്ചു പോയാലും ഒരു 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 160-170 സീറ്റ് കോൺഗ്രസ്സിന് എന്തായാലും ഒരു 175-നകത്തുള്ള സീറ്റുകൾ കോൺഗ്രസും കൊണ്ടുവരും. അങ്ങനെ 175 സീറ്റുകൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഘടകകക്ഷികളുടെ ഇന്ത്യ മുന്നണി ഘടകകക്ഷികളുടെ ഒരു 150ഓളം സീറ്റുകളും 275 സീറ്റ് ഒരു 175 കോൺഗ്രസും ഒരു 150ഓളം ഈ പിന്നെ ഘടകകക്ഷികളും. അപ്പോൾ എത്രയായി? 325. അപ്പോൾ ഈ 325 പോട്ടെ, ഒരു 300 സീറ്റുകൾ ഉറപ്പ്. അതിലും പോട്ടെ, ഒരു 285 സീറ്റിനും 300 സീറ്റിനും ഇടയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് ശക്തമായ ഒരു 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 കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ്, മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെയും ശക്തമായ ഒരു തിരിച്ചുവരവ് ലോകം ഉറ്റുനോക്കുന്ന, ലോകം പ്രതീക്ഷ അർപ്പിച്ചു കഴിയുന്ന ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളുടെ ഇന്ത്യയിലെ തിരിച്ചുവരവ് ജൂൺ 4-ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ കരുത്തനായ ശ്രീ ശരത് പവാർ, എൻ്റെ പാർട്ടിയുടെ നേതാവായ ശരത് പവാറിൻ്റെ വളരെ വളരെ ശക്തമായ ബൗദ്ധിക തലങ്ങളുടെ ഒരു വമ്പിച്ച വിളയാട്ടം ഇപ്പോഴേ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഗവൺമെൻറ് രൂപീകരണത്തിലും ശരത് പവാറിൻ്റെ ശക്തമായ ഒരു ഇതുണ്ടാകും. അതിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നമുക്ക് NCPക്ക് ഈ ഒഴിവ് വരുന്ന സീറ്റുകളിൽ ഒന്ന് രാജ്യസഭാ സീറ്റ് NCPക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും NCP ഈ പിന്നെ ഇന്ത്യ മുന്നണിയിൽ പിന്നെ ഇന്ത്യ സഖ്യത്തിൽ ഭരണ പങ്കാളിത്തത്തിൽ തീർച്ചയായും പങ്കെടുക്കും. ഇടതുപക്ഷ കക്ഷികളുടെ ചരിത്രം നമുക്കറിയാം. അവർ പിന്നെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ജ്യോതി ബാസുവിന് തങ്കത്തളികയിൽ വെച്ച് നീട്ടിക്കൊടുത്തിട്ട് പോലും പണിയെടുക്കാത്ത സംഗതി ഞങ്ങൾക്ക് വേണ്ട, ജോലി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മതി എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു മുൻകാല ചരിത്രമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. അവർ ഇതുവരെ ഒരു കേന്ദ്ര ഭരണ പങ്കാളിത്തത്തിൽ അവർ കൂടിയിട്ടില്ല. ഇനിയും ചിലപ്പോൾ ഒരു 10-12ഓളം സീറ്റുകൾ ഇടതുപക്ഷത്തിൻ്റെതായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേതായ വരാൻ സാധ്യതയുണ്ട്. വന്നാൽ പോലും അവർ പഴയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ കേരളത്തിൽ പിന്നെ ഗവൺമെൻറ്റിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് പരിപാടികൾക്ക് കൂടുതൽ പിന്നെ ഉത്തേജനം പകരുന്ന
കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രീ പിന്നെ NCPക്കാണ്. NCPക്ക് തീർച്ചയായും ഇവിടെ ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ PC ചാക്കോ സാറാകാനാണ് സാധ്യത. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരു മഹാമനുഷ്യനാണ് ശ്രീ PC ചാക്കോ സാറ്. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ പിന്നെ സ്പീക്കർ പാനലിൽ ഇരുന്ന ആളും JPC ചെയർമാനായിരുന്ന ആളും ഡൽഹിയിലെ മുഴുവൻ മുക്കും മൂലയും അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളൊരു മഹാമനുഷ്യനാണ്. ഡൽഹിയിലെ സർവകക്ഷികളിലും സമസ്ത ഭരണ സ്ഥാപനങ്ങളിലും വളരെ സ്വാധീനമുള്ള ഹിന്ദി ഭാഷ ഭംഗിയായി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു 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 ശക്തനും കരുത്തനുമായ ഒരു NCP നേതാവാണ് ശ്രീ PC ചാക്കോ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് കേരളത്തിന് ഇന്ന് നമ്മളെ ഞെരുക്കിയ, ഞങ്ങളെ ശ്വാസം മുട്ടിപ്പിച്ച, നമ്മളെ പെൻഷൻ കൊടുക്കാതാക്കിയ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മൂക്ക് കയറിയിട്ട് നമ്മളെ ചക്രശ്വാസം വലിപ്പിച്ച ഒരു കേന്ദ്ര ഭരണ സംവിധാനത്തിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുവാൻ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന NCPക്ക് ഈ ഒരു രാജ്യസഭാ സീറ്റ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അത് തീരുമാനിക്കാം എന്ന് പറഞ്ഞത് തന്നെ ബഹുമാന്യനായ കരുത്തനായ നമ്മുടെ വളരെ കർമ്മകുശലനായ ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ചിലപ്പോൾ ബുദ്ധി തന്നെ ആകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞ ഈ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ വരികയാണെങ്കിൽ NCP കൊടുത്തേക്കാം എന്ന് ചിലപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ NCPയുടെ ശക്തനായ ശ്രീ ആരെങ്കിലും, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കരുത്തനായ ഒരാൾ വരും. അത് ഈ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നതാകും. എനിവേ, നമുക്ക് ജൂൺ 4-ന് വളരെ സന്തോഷകരമായ, വളരെ എന്തു പറയാൻ, നമ്മളിവിടെ പിന്നെ പ്രയത്നിച്ച, നമ്മൾ പിന്നെ ഇടതുപക്ഷമില്ലാതെ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യം ഇവിടെ ജൂൺ 4-ന് നമ്മൾ ഇവിടെ പ്രാബല്യത്തിൽ വന്നു കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി സന്തോഷിക്കാം. ജയ് LDF, ജയ് NCP, ജയ് PC ചാക്കോ. നമസ്കാരം.